മൻമോഹൻ സിംഗിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്ത സെക്കൻഡ് വീഡിയോ. ഇതിൽ പറയാൻ പോകുന്നത് മൻമോഹൻ സിംഗിൻ്റെ ഈ എക്കണോമിക് റിഫോംസ് കൊണ്ട് ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ എന്താണ് മനസ്സിലാക്കുക. 91 അതിനുശേഷം, അതായത് നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയ്ക്ക് ശേഷം ഇന്ത്യയിലുണ്ടായ അൺസർട്ടനിറ്റി അല്ലെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി പല സന്ദർഭങ്ങളിലും പല രീതിയിലുള്ള ഇതിൻ്റെ അകത്ത് കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുമോ എന്ന പ്രശ്നം ഉണ്ടാകുന്നു. കാരണം കാശ്മീരിലെ ഇൻസർജൻസി അതിൻ്റെ ഏറ്റവും പീക്കിലോട്ട് പോകും. കാരണം ഡൽഹിയിലെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയാണ്. ഇവിടെ ടെററിന് അനുകൂലമായ രീതിയിൽ പല ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുന്നു. അതായത് പിന്നീട് ദേവഗൗഡ വരും. കാരണം പല ചെറിയ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് പല സംഭവങ്ങളുണ്ടാക്കുന്നു. ഇത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ പുറകിൽ നിൽക്കുന്നു. അതായത് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നടക്കുന്ന ഏറ്റവും മോശമായ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, അതായത് ഇൻസ്റ്റബിലിറ്റി ഇന്ത്യയിലുണ്ടായ സംഭവമാണ് ഈ പറഞ്ഞ സമയങ്ങളിലുണ്ടാകുന്നത്. ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം പിന്നീട് എന്താണിത് രൂപപ്പെട്ടു പോയത്. അതായത് വാജ്പേയി അധികാരത്തിൽ വരുന്നു. അതായത് റിഫോംസ് കണ്ടിന്യൂ ചെയ്യാൻ വാജ്പേയി മന്ത്രിസഭ തീരുമാനിക്കുന്നു. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഓഫ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഒരു പോർട്ട്ഫോളിയോ തന്നെ ഉണ്ടാക്കുന്നു. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്ട്രി. അരുൺ ഷൂറി ആയിരുന്നു ആ മിനിസ്ട്രിയുടെ ഹെഡ്. പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാൻ ഒരു പോളിസി സ്ട്രക്ചർ ചെയ്ത ശേഷം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റേതായ ഒരു സമയമെടുക്കും അത് നേഷൻ വൈഡായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. കാരണം മൻമോഹൻ സിംഗിൻ്റെ LPG പോളിസി, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിനുശേഷമുണ്ടായ ഇന്ത്യയിലുണ്ടായ എക്കണോമിക് ബൂം. അപ്പോൾ ആ ടോപ്പിക്കിലാണ് നമുക്കൊന്ന് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായ സംഭവങ്ങൾ. ഇപ്പോൾ ഇന്ത്യയുടെ ഫൊറാക്സ്, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടങ്ങ് കയറി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇമ്പോർട്ട് സാധനങ്ങളുടെ ടാരിഫ് വളരെയധികം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ കമ്പനികൾ കോമ്പറ്റീഷൻ മാർക്കറ്റിലോട്ട് വന്നു. ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ പ്രൈവറ്റായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതോടുകൂടി ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടർ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ റാപ്പിഡായിട്ട് അത് മുന്നോട്ടങ്ങ് പോയി. ഈ ബാങ്കിങ് സെക്ടർ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ, അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഓർമ്മയുണ്ട്, ഒരു ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി വളരെയധികം റെസ്ട്രിക്ഷൻസ്, അങ്ങനെയൊന്നും കൊടുക്കുകയൊന്നുമില്ല. അത് ആർക്കും ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതേപോലെ പ്രൈവറ്റ് ബാങ്കുകൾക്ക് ഈ പറയുന്ന ബാങ്കിങ് സെക്ടറിലോട്ട് പ്ലേ ചെയ്യുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അതൊരു ഭയങ്കര മേജർ പോളിസിയുടെ ഭാഗമായിട്ടാണ് അതുണ്ടായത്. അതോടൊരു ബാങ്കിങ്ങിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി. പിന്നീട് നമ്മൾ നോക്കുക സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭയങ്കര കുതിപ്പ് നടത്തി. ഇത് റോബസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് മാറി. നോക്കുക, അത് കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ IT ഇൻഡസ്ട്രിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 150 ബില്യനായി മാറി, 150 ബില്യൺ. അതിനുശേഷം 2024 നമ്മൾ അടുക്കുമ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് FDI ഡയറക്റ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഏകദേശം 1500 ബില്യൺ. അത് IT ഇൻഡസ്ട്രീസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അമേരിക്കയുടെ പ്രൈമറി IT ബാക്കപ്പ് എന്ന് പറയുന്ന ഇന്ത്യയായി മാറി. അതായത് ജോബ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തു. അത് എല്ലാ സെക്ടറിലും ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം, ഏവിയേഷൻ സെക്ടർ ഓപ്പൺ ചെയ്ത് കൊടുത്തു. പ്രൈവറ്റ് പ്ലെയേഴ്സ് ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിലോട്ട് വരുന്നു. അതായത് മൊണോപ്പൊളി എന്ന് പറയുന്നൊരു സാധനമില്ലാതായി. അതുപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അവർക്ക് പ്ലേ ചെയ്യുവാനുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം പ്രൈവറ്റ് പ്ലെയേഴ്സുമായിട്ട് പാർട്ടിസിപ്പേഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു ചേഞ്ച് കൊണ്ട് ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് 6.7% GDP-യിലോട്ട് ടച്ച് ചെയ്തു പെട്ടെന്നാണ്. ഈ മാറ്റമാണ് പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത്. ഇന്ത്യയുടെ മിഡിൽ ക്ലാസിൻ്റെ സോഷ്യൽ ലൈഫ് അത് ഭയങ്കരമായിട്ട് ബൂം ചെയ്തു. ഇനി നോക്കൂ, അടുത്ത എന്താണ് ഉണ്ടായത്. ഇതുണ്ടായ സമയത്ത് ഏകദേശം 26 കോടി ജനങ്ങൾ അവരുടെ പട്ടിണി ഇന്ത്യയിൽ മാറിക്കൊടുത്തു. ഇവിടെയാണ് സോഷ്യലിസ്റ്റ് എക്കോണമി, ക്യാപിറ്റൽ എക്കോണമി എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ നോക്കൂ, എല്ലാ സെക്ടറിലും, ഒരു സെക്ടറിൽ മാത്രമല്ല, ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിലുണ്ടായ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട്, കാരണം നമുക്ക് സർപ്ലസ് ഫുഡായിട്ട് വന്നു. ഒരു സമയത്ത് നമുക്ക് ആഹാരം കഴിക്കാൻ ഇവിടെ സാധനമില്ലായിരുന്നു. നമ്മൾ പിന്നെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ആ രീതിയിലോട്ടെല്ലാം മാർക്കറ്റ് ഡ്രിവൻ എക്കോണമി കൊണ്ടുവരുന്നത് മൻമോഹൻ സിംഗിൻ്റെ ഈ പറയുന്ന റിഫോംസ് പോളിസീസാണ്. ഇനി 2004 പോകാൻ 2004, അതായത് വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. മെജോറിറ്റി കിട്ടി. അതായത് 2 അലയൻസ് ഉണ്ട്. പ്രീ പോൾ അലയൻസ് ഉണ്ട്, പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ട്. ഇത് പ്രീ പോൾ അലയൻസിൽ അവരുടെ പാർട്ട്നേഴ്സിനെ കൂട്ടി, അതായത് മാജിക് നമ്പറായ 272 അതിനെ ക്രോസ് ചെയ്ത് പ്രീ പോൾ അലയൻസിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുന്നു. അവിടെയും ഒരു സംഭവമുണ്ട്. അവിടെ സോണിയാഗാന്ധിയുടെ പേരാണ് പ്രധാനമന്ത്രിയായിട്ട് പലരും പറഞ്ഞത്. ഇപ്പോഴും ആളുകൾ പറയാത്ത ഒരു വലിയ രഹസ്യമുണ്ട്. എന്താണ് പിന്നീട് സോണിയാഗാന്ധി മാറിക്കൊടുത്തത്? അപ്പോൾ പ്രധാന സംഭവം എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് 2004 കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. എ കെ ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി. അതൊറ്റ കാരണം കൊണ്ടാണ് സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലാതിരുന്നത്. അല്ല മറിച്ച് ചാൻസ് ആയിരുന്നുവെങ്കിൽ, കാരണം കേരളത്തിൽ നിന്ന് ഏകദേശം 10-15 എം പിമാരുണ്ടായിരുന്നുവെങ്കിൽ സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയേനെ. അതുകൊണ്ട് താങ്ക്സ് ടു കേരള. കാരണം ഒരു വിദേശിയായ ഒരു സ്ത്രീ, അവർ വിദേശിയാണ്, കാരണം അവർ ജനിച്ച് വളർന്നത് ഇന്ത്യയിലല്ല. ഇപ്പം നിങ്ങൾ ചോദിക്കുക അമേരിക്കയിലും ബ്രിട്ടനിലും, നിങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയോ? അമേരിക്കയിൽ ജനിച്ച് വളരാത്ത ഒരാളെ അവിടുത്തെ പ്രസിഡൻറ്റോ അവിടുത്തെ പ്രസിഡൻ്റ് ആക്കത്തില്ല. ബ്രിട്ടനിൽ ജനിച്ച് വളരാത്ത ഒരാൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആക്കത്തില്ല. ഋഷി സുനക് ബ്രിട്ടനിൽ ജനിച്ച് വളർന്നതാണ്. സോണിയാഗാന്ധി ജനിച്ചതും വളർന്നതും ഇന്ത്യയിലല്ല. അവർ ഫോറിനറാണ്, ഒറിജിനേറ്റഡ് ഫ്രം ഇറ്റലി. ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ, കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന വസ്തുതകളുണ്ട് ഈ സംഭവം. കാരണം ആ സമയത്ത് ഞാനിപ്പോൾ പോപ്പുലർ ജേർണലിസ്റ്റായിട്ട് തെഹൽക്കായിട്ട് നിൽക്കുന്ന സമയത്താണ്. അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏകദേശം ഹിതപരിശ റഫറാൻഡം നടത്തിയ പാർലമെൻറ്റേറിയൻസിൻ്റെ അകത്ത് അതിൽ 40 മുതൽ 50% പാർലമെൻറ്റേറിയൻസ് സോണിയാഗാന്ധി എന്ന് പറഞ്ഞ ഫോറിനറെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കുന്നതിന് എതിർത്തു. പക്ഷേ കേരളത്തിലുള്ള ഏതെങ്കിലും എത്ര എം പിമാരുണ്ടായിരുന്നു, അവരനുകൂലിച്ച് ചിലപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായേനെ. ഇതിനൊരു കാരണം കൂടെ പറയാം. ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തും ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന നേതാക്കളിൽ ഒരു നല്ലൊരു ശതമാനം RSS ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അത് കേരളത്തിലുള്ള കൊഞ്ഞാട്ടന്മാർക്കൊന്നും അറിയത്തൊന്നുമില്ല. കാരണം അവർ അപ്പുറത്തും നിൽക്കും ഇപ്പുറത്തും നിൽക്കും. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് BJP പോയപ്പോഴും BJP നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഈ പാർട്ടിക്കകത്തില്ലാത്തത്. കാരണം RSS എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ്. അപ്പം അതേ തുടർന്ന് പിന്നീടുണ്ടായ ഒരു റാപ്പിഡ് മാറ്റം എന്ന് പറയുന്നത്, സോണിയാഗാന്ധിക്ക് പിടികിട്ടി കോൺഗ്രസ് പാർട്ടിക്കകത്തും പാർലമെൻ്ററി പാർട്ടിക്കകത്തും റെഫറാൻഡം നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭൂരിപക്ഷമില്ല, അവർ പുറകിൽ പോയി. പിന്നീട് കോൺഗ്രസ് പാർട്ടിയിലെ ചില പാർലമെൻറ്റേറിയൻസ് ഓപ്പണായിട്ട് ത്രട്ട് കൊടുത്തു സോണിയാഗാന്ധിക്ക്. അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ അവർ MP സ്ഥാനം രാജിവെക്കും. ഇതിലാണ് സോണിയാഗാന്ധി മേടിച്ചു പോയത്. അല്ല BJPയുടെ വിരട്ടൊന്നും ആയിരുന്നില്ല. അവിടെയാണ് കോൺഗ്രസ് പാർട്ടി താങ്ക്സ് ടു കാരണം അവർ ഇന്ത്യയുടെ ഒറിജിനാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്നാണ്. കേരളത്തിലെ പോലെ ഈ സോണിയാഗാന്ധി ഫാമിലിയുടെ പുറകെ പോകുന്ന കോൺഗ്രസ്സുകാരല്ല. അവരാണ് പറഞ്ഞത്. അവർ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഏകദേശം 40ഓളം പേര് രാജിവെക്കുന്ന അന്നത്തെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ തർക്കമുണ്ടായി. അതിൻ്റെ പേരിലാണ് സോണിയാഗാന്ധി മാറി നിന്നിട്ട് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. കാരണം ഞാനത് വീണ്ടും പറയാം, ആ സമയത്ത് ഞാൻ വളരെ പവർഫുള്ളായിട്ട് ഡൽഹി ജേർണലിസത്തിലും രാഷ്ട്രീയത്തിലും പവർ കോറിഡോറിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഗിമിക്സും ടോക്സും എല്ലാം എനിക്ക് ശരിക്കും അറിയാവുന്ന വസ്തു. കാരണം ആ ഒരു സന്ദർഭത്തിൽ ഈ തെഹൽക്ക ഇഷ്യൂവിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പുറമേ നിന്നുള്ള സപ്പോർട്ട് ഈ തെഹൽക്ക മാനേജ്മെൻറ്റിന് കിട്ടിക്കൊണ്ടിരുന്നു. കാരണം കമ്മീഷൻ ഓഫ് എൻക്വയറീസ് പല സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ തെഹൽക്കയുടെ മാനേജ്മെൻറ്റും കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ഒരു അവിശുദ്ധ ഒരു കൂട്ടുകെട്ട്, അൺഹോളി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ്. കാരണം ഈ കേസും പ്രശ്നം ഈ തെഹൽക്കയുടെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. ഇനി അതിനുശേഷം ഉണ്ടായ മാറ്റമാണ് നമ്മൾ നോക്കുന്നത്. മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ചാർജ് എടുക്കുന്നു. അത് സോണിയാഗാന്ധിയുടെ ത്യാഗമൊന്നുമല്ല. ഇത് കോൺഗ്രസ് പാർട്ടിക്കകത്ത്, പാർലമെൻ്ററി പാർട്ടിക്കകത്ത് നേതാക്കളുടെ തീരുമാനമായിരുന്നു സോണിയാഗാന്ധിയെ മാറ്റി നിർത്തുന്ന. ശിങ്കിടികളെല്ലാം കൂടെ അവരെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ചു. അവിടെയാണ് ഈ സംഭവം തെറ്റിപ്പോയത്. അവിടെയാണ് ഈ സംഭവത്തിൻ്റെ മറ്റൊരു പശ്ചാത്തലം. ഇനി മൻമോഹൻ സിംഗ് എന്തൊക്കെ കോൺട്രിബ്യൂഷനാണ് ഈ 2004 ശേഷം ഇന്ത്യയിൽ ചെയ്തത്? അതായത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ലിബറലൈസേഷൻ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടിയത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനാണ്.
ഉറപ്പായിട്ടും സ്റ്റാർവേഷൻ ഇന്ത്യയുടെ ഈ പട്ടിണി ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയുടെ സോഷ്യൽ ലൈഫ് സ്റ്റൈൽ കൾച്ചറിന് ചേഞ്ച് ഉണ്ടായത്, പക്ഷേ റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായത് ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിന്. അപ്പം ഇവിടുത്തെ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഏകദേശം ഈ പട്ടിണിയും പാവങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ പട്ടിണി ഏകദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ വേതന എന്ന് പറയുന്ന വലിയ സംഭവമാണ്. അതായത് ഈ പറയുന്ന പോലെ ഇവർക്ക് ഡെയിലി വേജസിൻ്റെ സംഭവം ഇവിടെയാണ്. ഉറപ്പായിട്ടും ഇത് ഇടതുപക്ഷം കൊണ്ടുവന്ന അവരുടെ സംഭവമായിരുന്നു. മഹാത്മാഗാന്ധിജി നാഷണൽ റൂറൽ ജോബ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത്. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഉറപ്പായിട്ടും മൻമോഹൻ സിംഗിൻ്റെ വളരെ സൂക്ഷ്മമായിട്ട് സ്മാർട്ടായിട്ട് പൊളിറ്റിക്സ് കണ്ടുകൊണ്ട് ചെയ്ത സംഭവമാണ്. അതോടുകൂടി ഈ 40, 30, 50 രൂപ ഡെയിലി വേതനം കിട്ടിയിരുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന കർഷക തൊഴിലാളികൾ ഇവർക്ക് സാലറി കൂട്ടിക്കൊടുക്കാൻ തയ്യാറായി. അതൊരു ഭയങ്കര ജമ്പായിട്ടങ്ങ് മാറി. പിന്നെ ഇന്ത്യയുടെ ഗ്രോത്ത് വന്നു കഴിഞ്ഞപ്പം ഇന്ത്യയുടെ എനർജി നീഡ്സ് ഉണ്ട്. അതായത് നമുക്ക് ഈ ഇലക്ട്രിസിറ്റി വേണം, പല ഫാക്ടറികൾ ഉണ്ടാകുന്നു. ഈ എനർജി നീഡ്സും അത് പ്രപ്പോർഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ എനർജി നീഡ്സിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂക്ലിയർ ബിൽ അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് അമേരിക്കയുടെ സാങ്ഷൻ മേടിച്ചുകൊണ്ട് അവതരിപ്പിച്ച് അതൊരു ഭയങ്കര സക്സസ്ഫുൾ സംഭവമായിരുന്നു. ഈ രണ്ടും വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ മൻമോഹൻ സിംഗ് ചെയ്ത കോൺട്രിബ്യൂഷൻ കോൺഗ്രസിൻ്റെ മുൻ പ്രധാനമന്ത്രി റാവുവിനെ ഒഴിവാക്കുക ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞു. കാരണം മൻമോഹൻ സിംഗ് വളരെ ഷാർപ്പായിരുന്നു. അദ്ദേഹം ഒരു ട്രെയിൻഡ് എക്കോണമിസ്റ്റാണ്. അദ്ദേഹത്തെ ഇന്ത്യയെപ്പറ്റി ശരിക്കും പഠിച്ച ഒരാളാണ്. നേരെ പാകിസ്ഥാനിൽ ജനിച്ച് ഇന്ത്യയിലോട്ട് കുടിയേറിയതാണ്. അപ്പോൾ ഈ ഉള്ള കാഴ്ചപ്പാടും എല്ലാം വെച്ച് നോക്കുമ്പോൾ സിംഗിൻ്റെ കോൺട്രിബ്യൂഷൻ അതേപോലെ തന്നെ അദ്ദേഹം പല എക്കണോമിസ്റ്റുകളെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. ഇന്ത്യ മുഴുവനും മാറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ എന്ന് വെച്ചാൽ കൂട്ടുമന്ത്രിസഭയാണ്. അതിനകത്ത് അഴിമതി അങ്ങേയറ്റമായി. അപ്പം എനിക്ക് നേരിട്ടറിയാവുന്ന ചില വസ്തുതകളുണ്ട് പ്രൈം മിനിസ്റ്റർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതിനകത്ത് ഇദ്ദേഹത്തിന് കറപ്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നൊരു പോയിൻ്റുണ്ട് എല്ലാവരോടും, കറപ്ഷനാണ് ഇന്ത്യയെ തിന്നുന്ന ഏറ്റവും വലിയ സംഭവം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തരാനുള്ള ഒരു ബ്രേക്കിംഗ് സംഭവമുണ്ട്. ഈ UPA 1 UPA 2 സോണിയാഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് PMOയിൽ ഒരാളുണ്ടായിരുന്നു, പുലോക് ചാറ്റർജി എന്ന് പറഞ്ഞ ഒരാൾ. നിങ്ങൾ എടുത്തു നോക്കാരായിരുന്നു. എല്ലാ ദിവസവും ഫയലിംഗ് കൊണ്ട് ഈ പുലോക് ചാറ്റർജി സോണിയാഗാന്ധിയുടെ പെർമിഷൻ മേടിക്കാൻ പോകും. അപ്പം മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ് തടവറയിലായിപ്പോയി പ്രധാനമന്ത്രി ആയ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ. എല്ലാ ഡിസിഷനും സോണിയാഗാന്ധി എടുക്കും. സോണിയാഗാന്ധി ഈ പറയുന്ന അവരുടെ ചംച്ചകളും അവരുടെ സിൽബന്ധികളും ലോബിയസ്റ്റുകളും പറയുന്ന രീതിയിലാണ് പല തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ഇതേപോലെ പവർഫുള്ളായിട്ട് ആക്ട് ചെയ്യാൻ പലയിടത്തും കഴിഞ്ഞില്ല. ഇനി ഏറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഗ്ലോബലായിട്ട് അക്സെപ്റ്റൻസ് കിട്ടി. കാരണം ഒന്നാമത് എക്കണോമിസ്റ്റ്, ഇന്ത്യയുടെ പൊളിറ്റിക്സ് ആണെങ്കിൽ എക്കോണമി മാറ്റിയ ഒരാൾ. കാരണം ഇന്ത്യ ഒരു ഗ്ലോബൽ പവറായിട്ട് വരികയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സിംഗിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, ഗ്ലോബലായിട്ടും ഇന്ത്യയിലും കിട്ടിയ അക്സെപ്റ്റൻസ് ഉണ്ട്. അതിനെ നശിപ്പിച്ചത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പോട്ടനാണ്. കാരണം അവൻ ഈ സാധനം അറിയത്തില്ല. ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ പ്രസ് ക്ലബ്ബിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് ക്യാബിനറ്റ് അതിൻ്റെ നോട്ട് പാസ്സാക്കിയിട്ട് ഓർഡിനൻസ് പുറത്തിറക്കാൻ പോയി. സംഭവം സിമ്പിളാണ്. ഇന്ത്യയുടെ കോർട്ടിൽ കൺവിക്റ്റഡ് ആകുന്ന ഏതെങ്കിലും പവറിലിരിക്കുന്ന പൊളിറ്റീഷ്യൻ അവർ പെട്ടെന്ന് റിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റുള്ള കേസുകൾ നടക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ വിധി വന്ന ശേഷം മാത്രം അവർ റിസൈൻ ചെയ്താൽ മതി. ഇതാണ് ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ ക്യാബിനറ്റ് പാസ്സാക്കിയത്. ഇത് ബേസിക്കലി അത് പാസ്സാക്കിയില്ലായിരുന്നെങ്കിൽ അന്നുണ്ടായിരുന്ന റൂളിംഗ് പാർട്ടി അത് കംപ്ലീറ്റ് ആയിട്ട് ഡീറെയിലായി പോയത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരണമെന്നും ആ ഓർഡിനൻസ് പെട്ടെന്ന് പാസ്സാക്കുകയാണെങ്കിൽ മാത്രമേ പിന്നീട് ഇത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നും മൻമോഹൻ സിംഗിൻ്റെ ക്യാബിനറ്റിനെ കൺവിൻസ് ചെയ്തു. ഇതിൻ്റെ പേരിലാണ് ഈ ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ആ ക്ലബ്ബിൽ ഇരിക്കുന്ന സമയത്താണ്, പ്രസ് ക്ലബ്ബിൽ അന്ന് ഏതാണ്ട് സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ തെറിച്ച പോട്ടൻ, അവൻ ഈ രാഷ്ട്രീയമൊന്നും അറിയത്തില്ല, പെട്ടെന്ന് വന്ന് എനിക്ക് തോന്നുന്നു ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു നേതാവാണ് പ്രസ് കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കയറി വന്നിട്ട്
ഈ ബില്ല് വലിച്ചു കയറി ദൂരെ കളയുകയാണ്. അതോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് എത്രയോ ടവറിങ് പേഴ്സണാലിറ്റി ആയിരുന്ന മൻമോഹൻ സിംഗിൻ്റെ എല്ലാ രീതിയിലുള്ള അദ്ദേഹത്തെ ഏറ്റവും മോശമായിട്ട് അവഗണിച്ച് അവഹേളിച്ച ഒരു വൃത്തികെട്ടവനാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ മറക്കരുത്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർ, ഏതെങ്കിലും ഇപ്പം ഒപ്പോസിഷൻ പാർട്ടി ആണെങ്കിൽ തന്നെ, ഇപ്പം പ്രധാനമന്ത്രി ഏത് പാർട്ടിക്കാരനും വരാം, കാരണം എലക്റ്റഡ് ആയിട്ടുള്ള ആളാണ് പാർട്ടിക്കാരനായിട്ട് വരുന്നത്. പക്ഷേ അയാൾ ഇന്ന് വരെ കള്ളനെന്ന് ആരും വിളിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ന് വിവരമില്ലാത്തവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൗക്കീദാർ ചോർ ഹേ എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് ഓർമ്മയുണ്ട് ഈ സംഭവം. മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൻ്റെ അനക്സിലിരുന്നുകൊണ്ട് മറ്റുള്ളവരോട് പറയാം, വളരെ മോശമായിട്ടാണ് രാഹുൽ സംസാരിക്കുന്നത്. ഇതൊരിക്കലും നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിൽ അങ്ങനെയുള്ള റെസ്പെക്റ്റും ജനാധിപത്യവും പൊളിറ്റിക്സുമാണ് കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഹുൽ എന്ന് പറയുന്ന ഇമ്മച്ചുവറായിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. അയാൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ പ്ലൂറലിസം, ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഈ ചരക്കിന് ഒരു കോപ്പും അറിയത്തില്ല. ഇവൻ വെറും പൊട്ടനാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി.